കാണട്ടെ, രണ്ടാളെയും ശരിക്കും ഞാനൊന്ന് കാണട്ടെ. എന്റെ അച്ഛന്റെ കൊലയാളിയെ ഞാനൊന്ന് കാണട്ടെ. തന്റെ മോൻ കണ്ണി ചോരില്ലാത്ത ഒരുത്തനാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്കും പണത്തോട് ആർത്തി ഉണ്ടെന്നറിയാം. എന്നാലും അതിനു വേണ്ടി എന്റെ അച്ഛനെ കൊല്ലുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതൊക്കെ വേറെ കെട്ടുകഥകളാ മോളെ. മിണ്ടരുത്. സ്വന്തം പെങ്ങളെ എന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെങ്ങളെ വിധവയാക്കി. അല്ല ബെസ്റ്റ് ആങ്ങള. എന്റെ അച്ഛനെ കൊന്നിട്ട് അർഹിക്കാത്ത നേട്ടം ഉണ്ടാക്കിയാലേ അത് എല്ലാ കാലവും നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ? വാമേട്ടൻ അന്ന് വലിയൊരു തുക വെച്ച് നീട്ടിയതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. മിണ്ടരുത് താൻ. തന്റെ മോള് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കാതിരുന്നതേ അവളുടെ മുത്തശ്ശി അടക്കി കയറി നിന്നതുകൊണ്ടാ. ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് നിങ്ങളുമായിട്ട് ഒരു ശത്രുത പോലും ഇല്ലാതിരുന്ന എന്റെ അച്ഛന്റെ ബൈക്കിലേക്ക് ലോറി ഇടിച്ച് കയറ്റുമ്പോ നിങ്ങളുടെ കൈ വിറച്ചില്ലേ പ്രതാപ? രണ്ട് മനുഷ്യ ജീവനെ എടുക്കാൻ പോകുന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടായില്ലേ? അന്നത്തെ കാലത്ത് അങ്ങനെ പറ്റിപ്പോയതാ മോളെ. എല്ലാം ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ നിന്റെ മരുമോന് ജോലിയില്ല, ഇയാൾക്കും ഇയാളുടെ മോനും ജോലിയില്ല. എന്നിട്ടും കൃത്യമായിട്ട് 3 ആളുടെ ശമ്പളം അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അതാണ് കണ്ണേട്ടൻ എന്ന മനുഷ്യന്റെ നന്മ. അത് എന്റെ അച്ഛന്റെ വളർത്തു ഗുണമാ. ആ അച്ഛനെയാ നിങ്ങൾ രണ്ടും കൂടി. കോടതിന്ന് ചിലപ്പോ നീയൊക്കെ ജയിലിൽ പോവായിരിക്കും. എന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുമല്ലോ. ആ സമയത്ത് നിങ്ങളെ രണ്ടിനെ സ്വീകരിക്കാനായിട്ട് മാർക്കോയും ലോപ്പസും ഉണ്ടാവും. പിന്നെയാ നിന്നെയൊക്കെ രണ്ടിനെയും വെട്ടിക്കൊണ്ടിച്ച് ഉപ്പിലിടാൻ പോകുന്നത് മാർക്കോ. എടോ വാമ, നീ എന്തിനാടോ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? എന്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല എനിക്ക്. ഞാൻ കൈക്കുഞ്ഞായിരുന്നപ്പോ പോയതാ. നല്ല സ്നേഹമുള്ള കൂട്ടത്തിലായിരുന്നു എന്റെ അച്ഛനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കണ്ണേട്ടനെ പോലെ. അച്ഛന്റെ വാത്സല്യവും ലാളനെയും ഒക്കെ എനിക്ക് നഷ്ടമാക്കിയത് നിങ്ങൾ രണ്ടും കൂടിയാ. അതിന് പ്രതാപ അനുഭവിക്കാൻ പോകുന്നത് നീയോ ആയിരിക്കില്ല, നിന്റെ മകള് തന്നെയായിരിക്കും. അയ്യോ, കൃത്യസമയത്ത് തന്നെയാ നിന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായത്. എന്തായാലും എന്റെ ഉണ്ണീട്ടിനും എന്റെ അമ്മയും എന്റെ അച്ഛന്റെ കൊലയാളികൾക്ക് മാപ്പ് തരുമെന്നേ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛനില്ലാതെ കുഞ്ഞിനെ നിന്റെ മോള് പ്രസവിക്കും. അയ്യോ, അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് തെണ്ടിത്തിരിയും. അങ്ങനൊന്നും പറയല്ലേ. പറയും, 1000 തവണ പറയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കും, നേർച്ച നേരും. അതൊക്കെ കണ്ട് മനസ്സ് വിങ്ങി വേണം നീ ഈ ഭൂമിന്ന് പോവാൻ. പിന്നെ എന്റെ അമ്മാവൻ എന്ന രാക്ഷസന് ഇപ്പൊ തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ടല്ലോ മക്കളുടെ രൂപത്തില്. ഒരുത്തൻ കിടപ്പില്ല. ഇനി മോളും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ബന്ധം കിട്ടാൻ പോകുന്നില്ല. കണ്ണേട്ടന്റെ സഹായം ഇല്ലാത്തടത്തോളം കാലം അവൾക്ക് അവളെക്കാൾ യോഗ്യത ഇല്ലാത്ത ഒരുത്തനെ ആയിരിക്കും കിട്ടാൻ പോന്നെ. അതിലവള് തൃപ്തി കണ്ടെത്തേണ്ടി വരും. പെങ്ങൾക്ക് ആങ്ങളെ വലിയ വിശ്വാസമാ. ഇനി ആ പെങ്ങളുടെ മുന്നിൽ പോയി നിക്ക്. പിന്നെ ഈ മുഖം വികൃതമായിട്ട് തിരിച്ചു പോവാം. ഇത്രയും നാള് നിങ്ങൾ വന്നപ്പോ നല്ല ചൂട് ചായ ആണ് തന്നിരുന്നതെങ്കിലേ ഇനി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം നിങ്ങളുടെ മുഖത്തേക്ക് വീശി ഒഴിച്ചു തരും സ്വന്തം പുന്നാര പെങ്ങള്. നിങ്ങളുടെ മോനെ ഞാൻ വേണ്ടാന്ന് വെച്ചതേ എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ അച്ഛന്റെ കൊലയാളിയുടെ മോനെ കല്യാണം കഴിച്ചെന്നൊരു പേരുദോഷം എനിക്കുണ്ടായി പോയേനെ. നിന്റെ മോളുടെ ദുരിത ജീവിതം കാണാൻ വേണ്ടി നീ കാത്തിരുന്നോ പ്രതാപ? വരുന്നവരും പോകുന്നവരും എല്ലാം നമ്മളെ വെല്ലുവിളിച്ചും പ്രായിക്കൊണ്ടും പോവുകയാണല്ലോ പ്രതാപ.
പിന്നെന്താ അവര് പൂക്കളുമായിട്ട് വന്ന് പുഷ്പവൃഷ്ടി നടത്തൂ. അവളുടെ അച്ഛനെ നമ്മൾ കൊന്നിരിക്കുന്നേ, അല്ലാതെ അവളുടെ മരിച്ചുപോയ അപ്പൂപ്പനെ അല്ല. കഷ്ടം.